ബോയ്സ് നമ്മളൊരു നോമ്പ് പറഞ്ഞൊക്കെയാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഈ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് എന്നിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഇപ്പോൾ 150 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പം നമ്മളിപ്പോൾ കളി മാച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കളി കഴിഞ്ഞിട്ട് നമ്മൾ കംബാക്ക് നിങ്ങൾ അടിക്കുന്നുണ്ട്. എൻ്റെ റേഞ്ച് ചെയ്തൊക്കെയാണ് കാണിക്കുന്നത്. 4-0 നമ്മൾ അടിച്ച് കയറിയിരുന്നുണ്ട്. നമുക്ക് കളി കൊണ്ട് മനസ്സിലാവും. നമ്മളൊരു തോമസിലുണ്ട്, അവന് കളിക്കും. നമ്മൾ എല്ലാവർക്കും മാച്ചൊന്നും നമ്മൾ കളിക്കുന്നത്. നമ്മൾ 4-0 5-4 ആക്കാൻ പറ്റുമെന്നുള്ളത്, അതായത് 5-4 ആക്കാനാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ സ്റ്റാർട്ട് 2 റൗണ്ട് എടുത്തിട്ടുണ്ട്. ഏത്തപ്ലേമ് എടുക്കാതിരുന്നാൽ മതിയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഏത്തപ്ലേമ് എപ്പോഴും കൊടുത്ത് കിട്ടേ. ഇപ്പോൾ ഏറ്റവും സ്കോപ്പ് വെച്ചിട്ടടിക്കുകയാണ്. നൂൽഭാങ്ക് ഇരുത്താൻ, അതായത് ഇവരൊരു നൂബക്കൂലെടുത്തിട്ട് കളിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നോക്കുമ്പോൾ അവർ അവന് സ്കോപ്പ് ചെയ്തിട്ട് അവിടെ തടിച്ച് ഇതുകൊണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള കളിയാണ് നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. റോഡ് ടു 50 സബ്സ്ക്രൈബേഴ്സ്. ബേക്കിന്ന് ഏറ്റവും വെച്ച് സ്കോപ്പ് ചെയ്തിട്ട് അടിച്ച്. അപ്പോൾ ഇനിയാണ് നമ്മളെ മെയിൻ കളി തുടങ്ങുന്നത്. നിങ്ങളിപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ കളി തോക്കുമെന്ന് പറയുന്ന ആൾക്കാർ കമൻറ്റ് ബോക്സിൽ വന്ന് ഇരിക്കുക. ഞാൻ ജയിക്കോ തോക്കുമെന്നായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ എൻ്റെ കളി മര്യാദക്ക് നോക്കുക. ഇനി മുതൽ കളി സൂപ്പറായിരിക്കും മോനെ. അവൻ എന്തോ കൈ പിടിച്ച് നിൽക്കുന്നുണ്ട്. അവനൊന്നും അടിക്കുന്നില്ല. ഞാൻ ഒരു ഒറ്റ കറക്റ്റ് ഹെഡ് ഷോട്ട്. അപ്പം വെറുത്തത് സ്കോപ്പൊക്കെ കാണിച്ച് 4-1 ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത നെക്സ്റ്റ് വെച്ചിട്ടാണ് അടിക്കാനായിട്ടാണ് നോക്കുന്നത്. ഈ റൗണ്ട് എന്തോ ഒരു ലാഗ് ആയിരുന്നു, ഡൗട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും അടിച്ചിട്ട് ഞാൻ അടിച്ചപ്പോൾ കയറുന്നില്ല. അതുകൊണ്ടാണ് ഏറ്റവും വെച്ച് കുത്തുന്നു. ഞാനെൻ്റെ തീരെ ഏരിയയിൽ നിന്ന് ഡെസേർട്ടിൽ വെച്ച് കുത്തിയിരുന്നു. എന്നിട്ട് ഞാൻ ആ ഏരിയയിൽ നിന്ന് ഡെസേർട്ടിൽ ഒരു ഒറ്റടി കറച്ച് ഹെഡ് ഷോട്ട് അങ്ങ് കൊടുത്തിട്ടുണ്ട്. അടുത്തോന്നാണ് ഗെയിം എടുക്കണ്ടേ. അപ്പോൾ ഇതൊരു കിട്ടിയ മാച്ചാണ്. എല്ലാവരും ഈ വീഡിയോ നന്നായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് ഡബിൾ എസ് വീഡിയോ ആണ് എടുത്തുള്ളത്. ഈ റൗണ്ടിനൊന്നും ലാഗാകുമെന്ന് എനിക്ക് ഡൗട്ടായിരുന്നു. ഒരു വല്ലാത്തൊരു അടിപൊടി. നമ്മുടെ ഈ ഒരു ഏരിയ വട്ട പിടിക്കാൻ നോക്കി, വട്ടാപ്പാണ് കയറുന്നില്ല. നല്ല ഇട്ടിരിക്കുന്നുണ്ട്. ഓനും വല്ലാണ്ട് കുത്തുന്നുണ്ട്. ഞാനപ്പോഴേക്ക് ഓൻ്റെ ഏരിയയിലോട്ടൊരു സാൻഡിനൊന്ന് ഇട്ട് കൊടുത്ത് ഓനപ്പോഴേക്ക് പറഞ്ഞ് കുത്താനിട്ട് തുടങ്ങി. ഞാൻ അപ്പോഴേക്ക് ഒരു വാട്ടിട്ട് മെട്ടിക്കിട്ടിരിക്കാനായിട്ട് തുടങ്ങി. അവൻ അങ്ങനെയാണ് കുത്തുന്നത്. ഭയങ്കര കുത്തിപ്പിടിയെന്ന് വെച്ചാൽ. എന്നിട്ട് ഞാൻ ഒരു വെട്ടിക്കിട്ട് വെച്ചിട്ട് പിന്നെ അവിടെ ഇങ്ങോട്ടേക്ക് ഒന്ന് ഇവിടെ നിന്ന് ഒരു വെട്ടിച്ച് ഓനിപ്പോൾ ഇതിൻ്റെ മേലോട്ട് എന്നിട്ട് കയറും. അവിടെ ഇടയായിട്ട് കയറും. അപ്പോഴേക്കും ഞാൻ സാൻഡിലോട്ട് വീണ്ടും അങ്ങോട്ടേക്ക് പോയപ്പോൾ ഈ ടോപ്പ് കയറിയിരിക്കുന്നു. ഞാൻ അടിച്ച് നോക്കി കയറുന്നില്ല. ഒരു 60 കയറി. എന്നിട്ടൊന്ന് അടിച്ചു. ഒറ്റാരും കയറുന്നില്ല. അപ്പോൾ ഈ ഒരു റാങ്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ റൗണ്ടിൽ അറിയാണ്ടെന്തോ ഹെഡ് ഷോട്ട് അടിക്കാൻ നോക്കിയ ഹെഡ് ഷോട്ട് കയറിയില്ല. ഓണെ മെഡും അടിച്ചില്ലാത്തതുകൊണ്ട് ബോഡിയിലായിട്ട് അവർക്ക് കില്ല് കിട്ടി. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ
3-4 ആയിട്ടുണ്ട്. ഈ റൗണ്ടിൽ നമുക്ക് ഹെഡ് ഷോട്ട് അടിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. കയറി ചെന്നപ്പോഴേക്കും ഞാൻ ഇവിടെ നോക്കിയിട്ടൊന്നും അവനെ കാണില്ല. എന്നിട്ട് ഞാൻ നേരെ ഇവിടെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് തുള്ളിയപ്പോൾ ഒരൊറ്റ ഓട്ടം മതി. ഞാൻ വിചാരിച്ച ഇതിൻ്റെ റേഞ്ച് പോയിരുന്നു. പിന്നെ അത് ഇരുന്ന റേഞ്ച് ഒന്നുമില്ല. എന്നിട്ട് ഒറ്റ അടി കറക്റ്റ് ഹെഡ് ഷോട്ട്. ഇപ്പം 4-0 നിന്ന് 4-4 കംബാക്ക് അടിച്ച് ഇനിയാണ് ലാസ്റ്റ് റൗണ്ട്. ഇത് സെറ്റ് റൗണ്ടാണ്. ഇത് നിങ്ങൾ കാണണോ? വെരി ക്ലോസ് ആയിട്ട് അടിക്കുന്ന ഒറ്റ അടിക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കും. ടാറ്റ ബൈ ബൈ.